സേവാഭാരതി നീലേശ്വരത്തിലൂടെ പാലായിയിലെ ഷീബയ്ക്കും അടച്ചുറപ്പുള്ള വീട് സ്വന്തമായി. തലചായ്ക്കാൻ ഒരിടം പദ്ധതിയിലൂടെ പണിതൊരുക്കിയ വീട് പുതുവർഷപ്പിറവി ദിനത്തിൽ രാവിലെയാണ് ഷീബയ്ക്ക് സമ്മാനിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പ്ലാസ്റ്റിക് ഷീറ്റിനടിയിൽ ജീവിച്ചു പോന്നിരുന്ന ഷീബയുടെ അരക്ഷിതാവസ്ഥ കണ്ടറിഞ്ഞാണ് സേവാഭാരതി നീലേശ്വരം ഇവർക്കായി അടച്ചുറപ്പുള്ള വീടിന്റെ സുരക്ഷിതത്വം ഒരുക്കിയത്. തലചായ്ക്കാൻ ഒരിടം പദ്ധതിയുടെ ഭാഗമായി പരപ്പ ഇടത്തോട് സ്വദേശിയും വിദേശ മലയാളിയുമായ അനിൽ പൊതുവാളിന്റെ സാമ്പത്തിക സഹായത്തോടെ പണിതീർത്ത വീട് പുതുവർഷപ്പിറവി ദിനത്തിൽ രാവിലെ ഷീബയ്ക്ക് കൈമാറി. അനിൽ പൊതുവാൾ താക്കോൽദാനം നിർവഹിച്ചു. ചിറ്റിലപ്പള്ളിയായിട്ട് സംയുക്തമായി ദേശീയ സേവാഭാരതിയുടെ ഒരു പദ്ധതിയുണ്ട്, തലചായ്ക്കാൻ ഒരിടം എന്ന പദ്ധതി. അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാമെന്നായിരുന്നു നമ്മൾ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് ചില സാങ്കേതിക പ്രശ്നമുണ്ട്. 5 സെൻറ്റ് അല്ലെങ്കിൽ അതിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഈ പദ്ധതിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റൂ. പക്ഷേ അങ്ങനെ ഇവർക്ക് കുറച്ച് 5 സെൻറ്റിൽ കൂടുതൽ സ്ഥലമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരു നിസ്സഹായാവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു ഈ പ്രവാസിയായ അനിൽ പൊതുവാൾ മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല മനസ്സുകൊണ്ട് തന്നെ നമുക്കിത് സാമ്പത്തിക സഹായം നല്ലതായി ലഭിക്കുകയും ബാക്കിയുള്ള കുറേ ഭൗതിക സാഹചര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ തന്നെ മറ്റുള്ള നാട്ടുകാരുടെയും നമ്മളെ ഫേമസായ ആളുകളുടെയൊക്കെ ധനസമാഹരണം കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയി. ചടങ്ങിൽ നീലേശ്വരം സേവാഭാരതി പ്രസിഡന്റ് ഗോപിനാഥൻ മുതിരക്കാൽ അധ്യക്ഷനായി. ജൂൺ മാസത്തിലാണ് ഈ വീടിൻ്റെ പണി ആരംഭിക്കുന്നത്. ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പ്ലാസ്റ്റിക് കെട്ടിയ കൂരിലായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. പാമ്പിൻ്റെയും മറ്റും ശല്യം ഒക്കെ ഉള്ള സമയത്ത് പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ ഇതിൻ്റെ വാർത്ത വരികയും അത് നീലേശ്വരം സേവാഭാരതി ഇടയാവുകയും ഞങ്ങളിവിടെ വന്നു ഈ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. കാസർഗോഡ് ജില്ലാ സഹസംഘചാലക് പി ഉണ്ണികൃഷ്ണൻ, സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി സംഗീത വിജയൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ടി.വി. അശോകൻ, എഞ്ചിനീയർ കെ. ദിനേശൻ എന്നിവർ സംസാരിച്ചു. കെ. സന്തോഷ് കുമാർ സ്വാഗതവും ഗൃഹനാഥ ഷീബ രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ജില്ലാ പ്രചാരക് രഞ്ജിത് കുമാർ, ജില്ലാ സേവാപ്രമുഖ് ടി.പി. കൃഷ്ണൻ ഏച്ചിക്കാനം, ഗണ്ട് സംഘചാലക് കൃഷ്ണകുമാർ പള്ളിക്കര, സി.എച്ച്. സുനന്ദ, പി.ടി. രാജേഷ്, ശ്യാമ ശ്രീനിവാസൻ, കെ. സതീശൻ, കെ. സുമിത്ര, രാമകൃഷ്ണൻ വാഴുന്നോരടി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.